കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ ഓപ്പറേറ്റേഴ്സിനെ കുറിച്ചാണ് പഠിച്ചത്. ഇന്ന് നമുക്ക് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സിനെ കുറിച്ച് പഠിക്കാം. കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ യൂസ്ഡ് ടു ഓൾട്ടർ ദ നോർമൽ സീക്വൻസ് ഓഫ് എക്സിക്യൂഷൻ ഓഫ് എ പ്രോഗ്രാം. എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രോഗ്രാം C++ പ്രോഗ്രാം മെയിൻ പ്രോഗ്രാം തുടങ്ങി ഓരോ ലൈൻ ബൈ ലൈനായിട്ട് താഴേക്ക് എക്സിക്യൂട്ട് ചെയ്യുന്നു. അതിൻ്റെ ഫ്ലോയെ ഓൾട്ടർ ചെയ്യാൻ, അതിൻ്റെ ഫ്ലോയെ മാറ്റുന്നതിനാണ് നമ്മൾ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ പ്രോഗ്രാംസ് ഇങ്ങനെയാണ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഓരോ ലൈൻ ബൈ ലൈനായിട്ട് ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്യും. ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമുക്ക് ഒരു ലൈൻ ഓഫ് കോഡ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അവിടെ നിന്നും ഇതിൻ്റെ കൺട്രോളിനെ നേരെ താഴേക്ക് വരേണ്ട കൺട്രോളിനെ കുറച്ച് പോർഷൻ സ്കിപ്പ് ചെയ്തുകൊണ്ട് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ സാധിക്കും. അതുപോലെ താഴെ ഈ ലൈനിലാണ് ഇപ്പോൾ നിൽക്കുന്നതെങ്കിൽ കൺട്രോൾ നിൽക്കുന്നതെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് മുകളിലേക്കും ഇതിൻ്റെ ഫ്ലോയെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അപ്പം അങ്ങനെയുള്ള ഒരു സംവിധാനമാണ് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. നമുക്ക് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സിനെ രണ്ടായിട്ട് തരംതിരിക്കും. ഡിസിഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്നും ഐട്രേഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്നും. അപ്പോൾ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്നാൽ നോർമൽ സീക്വൻസ് ഓഫ് എക്സിക്യൂഷൻ ഓഫ് എ പ്രോഗ്രാം ക്യാൻ ബി ഓൾട്ടേർഡ് ബൈ യൂസിങ് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ്. കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉപയോഗിച്ച് നമുക്ക് നോർമലായിട്ട് എക്സിക്യൂട്ട് ചെയ്യേണ്ട പ്രോഗ്രാമിൻ്റെ ഫ്ലോയെ മാറ്റാൻ സാധിക്കുന്നു. ആദ്യത്തെ ക്ലാസിഫിക്കേഷനാണ് ഡിസിഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ്. The decision statements are based on a condition. Decision statements are based on a condition. ഒരു കണ്ടീഷനെ, ഒരു നിബന്ധനയെ അടിസ്ഥാനമാക്കിക്കൊണ്ട് നമ്മൾ അതിൻ്റെ ഫ്ലോയെ നിയന്ത്രിക്കുന്നു. ഇതാണ് ഡിസിഷൻ സ്റ്റേറ്റ്മെൻറ്റ്സിൽ ചെയ്യുന്നത്. ദേ ആർ ഓൾസോ നോൺ ആസ് ബ്രാഞ്ചിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. അതിനെ നമ്മൾ ബ്രാഞ്ചിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്നും വിളിക്കുന്നു. C++ supports 3 types of decision statements. If statements, if else statements, switch statements. ഇപ്പോൾ ഇങ്ങനെ 3 തരത്തിലാണ് C++ൽ ഡിസിഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉള്ളത്. ഡിസിഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ബേസ്ഡ് ഓൺ എ കണ്ടീഷൻ. ഒരു കണ്ടീഷൻ അനുസരിച്ച് നമുക്ക് ഇതിൻ്റെ ഫ്ലോയെ, എക്സിക്യൂഷൻ്റെ ഫ്ലോയെ നിയന്ത്രിക്കാൻ സാധിക്കുന്നു. അപ്പോൾ ഇഫ് എൽസ്, സ്വിച്ച് എന്നീ മെത്തേഡുകൾ ഉപയോഗിച്ചാണ് നമ്മൾ ഇവിടെ കൺട്രോൾ ഫ്ലോയെ നിയന്ത്രിക്കുന്നത്. ആദ്യമായി ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്. ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് എ സിംഗിൾ പാത്ത് സ്റ്റേറ്റ്മെൻറ്റ് വിച്ച് എക്സിക്യൂട്ട് സ്റ്റേറ്റ്മെൻറ്റ് ഓൺലി ഇഫ് ദ കണ്ടീഷൻ ഈസ് ട്രൂ. ഒരു കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ സർട്ടൺ കോഡ്, അതുമായിട്ട് ബന്ധപ്പെട്ട കോഡ് എക്സിക്യൂട്ട് ചെയ്യുക, അതിനോട് ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യുക. അതിൻ്റെ സിൻറ്റാക്സ് ഇതാണ്: ഇഫ് കണ്ടീഷൻ ഓർ എക്സ്പ്രഷൻ ദെൻ എ സ്റ്റേറ്റ്മെൻറ്റ് 1. അതായത് ഇവിടെ പറയുന്നത് ഈ കണ്ടീഷൻ അല്ലെങ്കിൽ എക്സ്പ്രഷൻ ട്രൂ ആണെങ്കിൽ അതിനോട് ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റ് 1 പ്രവർത്തിക്കും. ട്രൂ അല്ലെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് പ്രവർത്തിക്കില്ല. ഇതാണ് സിമ്പിൾ ഇഫ് സ്റ്റേറ്റ്മെൻറ്റിൽ വരുന്നത്. ഇഫ് ദ കണ്ടീഷൻ ഈസ് ട്രൂ ദെൻ ദ സ്റ്റേറ്റ്മെൻറ്റ് 1 വിൽ ബി എക്സിക്യൂട്ടഡ്. അതർവൈസ് ഇഫ് ദ കണ്ടീഷൻ ഈസ് ഫാൾസ് ദ സ്റ്റേറ്റ്മെൻറ്റ് 1 വിൽ നോട്ട് ബി എക്സിക്യൂട്ടഡ്. അപ്പോൾ നമ്മളുടെ ഈ സ്റ്റേറ്റ്മെൻറ്റ് 1 എന്ന് പറയുന്ന ആ ഒരു പോർഷനെ നമുക്ക് ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രം എക്സിക്യൂട്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് 1 എക്സിക്യൂട്ട് ചെയ്യണ്ട. അപ്പോൾ അവിടെ ഫ്ലോയെ നമ്മൾ കൺട്രോൾ ചെയ്തിരിക്കുന്നു. അടുത്ത ടൈപ്പ് നോക്കാം. അതിനു മുമ്പ് ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇവിടെ മാർക്ക് എന്ന് പറയുന്നൊരു വേരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്നു. സി ഔട്ട് എൻ്റർ യുവർ മാർക്ക് എൻ്റർ ചെയ്യാൻ വേണ്ടി ചോദിച്ചിരിക്കുകയാണ്. സീൻ മാർക്ക് എന്ന് പറഞ്ഞാൽ ആ മാർക്ക് നമ്മൾ എൻ്റർ ചെയ്യുന്ന, കീബോർഡിൽ നിന്ന് എൻ്റർ ചെയ്യുന്ന വില ഈ മാർക്ക് എന്ന് പറയുന്ന വേരിയബിളിൽ സ്റ്റോർ ചെയ്യും. ഇനി ഇവിടെയാണ് കണ്ടീഷൻ സ്റ്റേറ്റ്മെൻറ്റ് തുടങ്ങുന്നത്. ഇഫ് മാർക്ക് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 18. ഇതാണ് നേരത്തെ കണ്ട കണ്ടീഷൻ അല്ലെങ്കിൽ
എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കണ്ടീഷൻ അല്ലെങ്കിൽ എക്സ്പ്രഷൻ്റെ വാല്യൂ അനുസരിച്ചാണ് അതിനോട് ബന്ധപ്പെട്ടിരിക്കുന്ന ഈ സ്റ്റേറ്റ്മെൻറ്റ് വർക്ക് ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ ഇഫ് മാർക്ക് നമ്മൾ എൻ്റർ ചെയ്തിരിക്കുന്ന മാർക്ക് ഒരു 40 ആണ് എന്ന് വിചാരിച്ചോളൂ. 40 അപ്പോൾ അതിവിടെ വരുമ്പോൾ ഇഫ് 40 ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 18 ആണോ എന്ന് നോക്കും. 40 ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 18 അത് ട്രൂ ആണ്. ആയതിനാൽ അതിനോട് ബന്ധപ്പെട്ടിരിക്കുന്ന ഈ സ്റ്റേറ്റ്മെൻറ്റ് യു ഹാവ് പാസ്ഡ് എന്ന് സ്ക്രീനിൽ പ്രിൻ്റ് ചെയ്ത് വരും. ഇനി നമ്മൾ എൻ്റർ ചെയ്തിരിക്കുന്ന മാർക്ക് 15 ആണെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഇഫ് 15 ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 18 ആ കണ്ടീഷൻ തെറ്റാണ്. 15 ഒരിക്കലും 18നേക്കാളും വലുതോ തുല്യമോ ആവില്ല. അപ്പോൾ യു ഹാവ് പാസ്ഡ് എന്നത് പ്രിൻ്റ് ചെയ്ത് വരില്ല. ഇതാണ് ഈ പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത കൺട്രോൾ സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ്. ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് യൂസ്ഡ് ടു ടെസ്റ്റ് എ ലോജിക്കൽ കണ്ടീഷൻ ആൻഡ് ചൂസ് വൺ ഓഫ് ദ ഓൾട്ടർനേറ്റീവ്സ് ബേസ്ഡ് ഓൺ ദ റിസൾട്ട് ഓഫ് ലോജിക്കൽ കണ്ടീഷൻ. അതായത് ഇഫ് എൽസ് ഇവ തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, സിമ്പിൾ ഇഫ് ആണെങ്കിൽ അതിൽ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രം അതുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുക. കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അതിൽ പറഞ്ഞു കൊടുത്തിട്ടില്ല. അപ്പം നമുക്ക് 15 എന്ന വില നേരത്തെയുള്ള പ്രോഗ്രാമിൽ ഇൻപുട്ട് ചെയ്തപ്പോൾ നമുക്ക് യു ഹാവ് പാസ്ഡ് എന്നുള്ള മെസ്സേജും കിട്ടിയില്ല, ഒന്നും കിട്ടിയില്ല. അപ്പോൾ ഇനി 15 എന്നുള്ള വില അല്ലെങ്കിൽ കണ്ടീഷൻ ഫോൾസ് ആകുന്ന ഒരു സാഹചര്യത്തിൽ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയാണ് എൽസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കാം, ഇഫ് കണ്ടീഷൻ ഓർ എക്സ്പ്രഷൻ ഇത് ട്രൂ ആണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് 1 എക്സിക്യൂട്ട് ചെയ്യും. കാരണം ഈ ഇഫായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്, സ്റ്റേറ്റ്മെൻറ്റ് 1 ആണ്. ഇനി ഈ കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ എവിടേക്ക് പോകണം? എൽസ് പാർട്ടിലേക്ക് പോകും. എൽസ് എന്ന് തുടങ്ങുന്ന ഭാഗത്തേക്ക് പോകും. ഓക്കെ, അപ്പോൾ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് 1 എക്സിക്യൂട്ട് ചെയ്യുന്നതായിട്ട് കാണാം. കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ എൽസ് എന്ന് പറയുന്ന ഭാഗത്തിലുള്ള ഈ സ്റ്റേറ്റ്മെൻറ്റ് 2 എക്സിക്യൂട്ട് ചെയ്യുന്നതായിട്ട് കാണാം. നമുക്കതിനൊരു ഉദാഹരണം നോക്കാം. ഇവിടെ 2 വേരിയബിൾ എ എന്നും ബി എന്നും 2 വേരിയബിൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്നു. എൻ്റർ ദ നമ്പേഴ്സ്, 2 നമ്പേഴ്സ് എൻ്റർ ചെയ്യാൻ വേണ്ടി നമ്മളോട് ചോദിച്ചിരിക്കുന്നു. അത് എയിലേക്കും ബിയിലേക്കും എടുത്തു വയ്ക്കാനുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് ഈ കാണുന്നത്. ഇനി ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി എന്ന് വെച്ചാൽ നമ്മൾ ആദ്യമേ ഈ പ്രോഗ്രാമൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ ഈ വേരിയബിൾസിന് കുറച്ച് വിലകളൊക്കെ ഇട്ട് കൊടുക്കണം. ഇപ്പം നമ്മൾ എൻ്റർ ചെയ്യുന്ന വില എയിൽ ഒരു 10ഉം ബിയിൽ ഒരു 20ഉമാണ് എന്ന് വിചാരിച്ചോളൂ. എയിൽ 10ഉം ബിയിൽ 20ഉം. അപ്പോൾ നമുക്ക് ഈ കണ്ടീഷൻ നോക്കാം. ഇഫ് 10 ഗ്രേറ്റർ ദാൻ 20 ആ കണ്ടീഷൻ തെറ്റാണ്. ആയതിനാൽ എൽസ് പാർട്ടിൽ എന്താണ് കോഡ് പറഞ്ഞിരിക്കുന്നത്? സി ഔട്ട് സെക്കൻഡ് നമ്പർ ഈസ് ലാർജസ്റ്റ് എന്ന് പ്രിൻ്റ് ചെയ്ത് വരും. അതായത് ബി ആണല്ലോ സെക്കൻഡ് നമ്പർ, അപ്പോൾ സെക്കൻഡ് നമ്പർ ലാർജസ്റ്റ് എന്ന് പ്രിൻ്റ് ചെയ്ത് വരും. ഇനി നമ്മൾ എൻ്റർ ചെയ്തിരുന്ന വില എയ്ക്ക് ഒരു 7ഉം ബിക്ക് ഒരു 2ഉമാണ് എൻ്റർ ചെയ്തെങ്കിൽ 7 ഗ്രേറ്റർ ദാൻ 2 അപ്പോൾ ഈ കണ്ടീഷൻ ട്രൂ ആകുന്ന സമയത്ത് ഇഫ് പാർട്ട് എന്നാണ് വിളിക്കുക. അതിനെ ഇഫുമായിട്ട് ബന്ധപ്പെട്ട കോഡിനെ നമ്മൾ ഇഫ് പാർട്ട് എന്ന് വിളിക്കും. ഈ ഫസ്റ്റ് നമ്പർ ഈസ് ലാർജസ്റ്റ് എന്ന് പ്രിൻ്റ് ചെയ്യും. അപ്പോൾ ഈ കണ്ടീഷൻ ശരിയാവുന്ന സമയത്ത് ഫസ്റ്റ് നമ്പർ ഈസ് ലാർജസ്റ്റ് എന്ന് പ്രിൻ്റ് ചെയ്യും. അല്ലാത്ത സമയത്ത് തെറ്റിപ്പോയാൽ സെക്കൻഡ് നമ്പർ ഈസ് ലാർജസ്റ്റ് എന്ന് പ്രിൻ്റ് ചെയ്ത് വരും. ഇതാണ് ഈ പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി വേറെ ഒരു പ്രോഗ്രാം നോക്കാം. ഇഫ് എൽസിൻ്റെ തന്നെ വേറൊരു പ്രോഗ്രാമാണ്. ഇവിടെ നമ്മൾ 2 നമ്പറുകൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്നു, ഇൻറ്റിജറായിട്ട് ഡിക്ലെയർ ചെയ്തിരിക്കുന്നു. ഇനി എൻ്റർ ദ നമ്പർ എന്ന് ചോദിച്ചിരിക്കുന്നു. അത് നം എന്ന് പറയുന്ന വേരിയബിളിലേക്ക് എടുത്തു വെച്ചു. ഇനി ആർ എന്ന് പറയുന്ന ഈ വേരിയബിളിലോട്ട് നമ്മൾ നം മോഡ് 2, അതായത് നേരത്തെ നമ്മൾ ഓപ്പറേറ്റേഴ്സിൽ കണ്ട പോലെ
ഉള്ളൊരു ഓപ്പറേറ്ററാണ് മോഡ് ഓപ്പറേറ്റർ, മോഡുലസ് ഓപ്പറേറ്റർ. പിന്നെ റിമൈൻഡർ ഓപ്പറേറ്റർ എന്ന് പറയും. അപ്പോൾ നമ്മിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് അതിൻ്റെ റിമൈൻഡർ ശിഷ്ടം ആറിൽ സ്റ്റോർ ചെയ്യും. ഇഫ് ആർ ഈസ് ഈക്വൽ ടു 0, അതായത് ശിഷ്ടമൊന്നും കിട്ടിയില്ലെങ്കിൽ 6 0 നിൽക്കുകയാണെങ്കിൽ നമ്പർ ഈസ് ഈവൺ, നമ്പർ ഒരു ഇരട്ട സംഖ്യയാണെന്ന് പറയും. ഇഫ് ആർ ഈ നോട്ട് ഈക്വൽ ടു 0, 6 0 അല്ല എങ്കിൽ അതിനർത്ഥം ആ നമ്പർ ഓഡ് നമ്പറാണ്, ഒറ്റ സംഖ്യയാണ് എന്ന് പറയേണ്ടി വരും. ഈ പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു നമ്പർ നമ്മൾ ഇൻപുട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ നമ്പർ ഒറ്റ സംഖ്യയാണോ ഇരട്ട സംഖ്യയാണോ എന്ന് കണ്ടുപിടിക്കുന്ന പ്രോഗ്രാമാണിത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മിലേക്ക് ഒരു വില ഇട്ട് കൊടുക്കാം. നമ്മിൽ ഞാൻ ഇട്ട് കൊടുക്കുന്ന വിലയാണ് 6. നമ്മിന് നമ്മൾ കൊടുക്കുന്ന വിലയാണ് 6. അപ്പോൾ 6 mod 2, അതായത് 6നെ 2 കൊണ്ട് ഹരിച്ച് അതിൻ്റെ ശിഷ്ടം. 6നെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം വല്ലതും ഉണ്ടാവുമോ? ഉണ്ടാവില്ല, 6ന് 0 അപ്പോൾ ഈ കണ്ടീഷനിൽ വരുമ്പോൾ ഇഫ് ആർ, അതായത് 0, ഇവിടെ 6ന് 0 ആണ് കിട്ടുക. ഇവിടെ 6 mod 2 പ്രവർത്തിച്ച് കഴിയുമ്പോൾ 6ന് 0 കിട്ടും. അപ്പോൾ 0 ഈക്വൽ ടു 0, കണ്ടീഷൻ ട്രൂ ആയി. കണ്ടീഷൻ ട്രൂ ആകുമ്പോൾ ഇഫുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റായ നമ്പർ ഈസ് ഈവൺ എന്ന് പ്രിൻ്റ് ചെയ്യും. ഇനി നമുക്ക് നമ്മിന് ഒരു 7 കൊടുത്ത് നോക്കാം. 7% 2. അപ്പോൾ 7നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 വരും. 6ന് 1 കിട്ടും. അപ്പോൾ ഇവിടെ വരുമ്പോൾ 1 ഈസ് ഈക്വൽ ടു 0 ആണോ എന്നാണ് ചോദിച്ചേക്കുന്നത്. അല്ലാത്ത പക്ഷം എൽസ് പാർട്ടിൽ ഇത് പ്രിൻ്റ് ചെയ്യും. നമ്പർ ഈസ് ഓഡ്, അല്ലേ? കറക്റ്റ് അല്ലേ? നമ്മൾ 7 എൻ്റർ ചെയ്യുമ്പോൾ നമ്പർ ഈസ് ഓഡ്, 6 ആണ് എൻ്റർ ചെയ്തെങ്കിൽ നമ്പർ ഈസ് ഈവൺ എന്ന് പ്രിൻ്റ് ചെയ്യും. ഇനി നെസ്റ്റിൻ്റെ വേറൊരു വകഭേദമാണ് നെസ്റ്റഡ് ഇഫ് എന്ന് പറയുന്നത്. ഈ നെസ്റ്റഡ് എന്ന് പറയുന്ന വാക്ക് നമ്മൾ എവിടെ കണ്ടാലും അതിനർത്ഥം ഒരു സെയിം സ്ട്രക്ചറിനെ അതിൻ്റെ ഉള്ളിൽ തന്നെ വേറൊരു സ്ട്രക്ചർ, സെയിം സ്ട്രക്ചർ തന്നെ ഉള്ളിൽ തന്നെ ഡിഫൈൻ ചെയ്യാം. അതായത് ഇത് നോക്കുക, ഇവിടെ ഇഫ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ബോഡി, അതിൻ്റെ പാർട്ട് ഇവിടുന്ന് ഇവിടം വരെയാണ്. എങ്കിൽ അതിനുള്ളിൽ വീണ്ടും ഒരു ഇഫ് കണ്ടീഷൻ കൂടി കൊടുത്തിരിക്കുന്നു. ഇഫ് കണ്ടീഷൻ 2 കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ഇഫ് കണ്ടീഷൻ 1 ഈസ് ട്രൂ, ഇത് ട്രൂ ആണെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള സ്റ്റേറ്റ്മെൻറ്റ്സുകളെല്ലാം എക്സിക്യൂട്ട് ചെയ്യുമല്ലോ. അപ്പോൾ ഇവിടേക്ക് വരും, കൺട്രോൾ ഇവിടേക്ക് വരുമ്പോൾ ഇവിടെ വീണ്ടും ഒരു കണ്ടീഷൻ ചോദിച്ചിരിക്കുന്നു. ഇവിടെ വീണ്ടും ഒരു കണ്ടീഷൻ 2 എന്ന് പറഞ്ഞിട്ട് ചോദിച്ചിരിക്കുന്നു. ഇനി ഈ കണ്ടീഷനും ട്രൂ ആണെങ്കിൽ ഈ ഇവിടെ എഴുതുന്ന ഇതുമായിട്ട് ബന്ധപ്പെട്ട, ഈ ഇഫുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റ്സ് ഇവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എക്സിക്യൂട്ട് ചെയ്യും. ഈ കണ്ടീഷൻ 1 ട്രൂ ആവുകയും കണ്ടീഷൻ 2 ഫാൾസ് ആവുകയും ചെയ്താൽ അത് താഴേക്ക് വരും, ഇതിൻ്റെ താഴേക്ക് വരും. അതായത് ഈ ഇഫ് കണ്ടീഷൻ എക്സിക്യൂട്ട് ചെയ്യില്ല, ഇതിൻ്റെ പുറത്തേക്ക് വരും. ഓക്കെ, അപ്പോൾ ആദ്യം കണ്ടീഷൻ 1 ട്രൂ ആകണം, എന്നാൽ മാത്രമേ ഈ കണ്ടീഷൻ 2ഉം കൂടി ചെക്ക് ചെയ്യുള്ളൂ. കണ്ടീഷൻ 1 ഫാൾസ് ആണെങ്കിൽ പിന്നെ വേറൊന്നുമില്ല, അതിൻ്റെ പുറത്തേക്ക് വരും. നെക്സ്റ്റാണ് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ്. നമ്മൾ വീട്ടിൽ സ്വിച്ച് ബോർഡുകളും സ്വിച്ചൊക്കെ ഓപ്പറേറ്റ് ചെയ്യാറുണ്ട് അല്ലേ? അപ്പം സ്വിച്ച് എന്ന് പറയുന്ന ഒരു ഉപകരണം നമ്മൾ വേറെ കുറേ സാധനങ്ങൾ, അതായത് ബൾബ്, ഫാൻ അങ്ങനെയുള്ള സാധനങ്ങളെ പ്രവർത്തിപ്പിക്കാൻ, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ കീബോർഡിൽ കുറേ സ്വിച്ചുകൾ, കീബോർഡ് മീൻസ് നിങ്ങളുടെ സ്വിച്ച് ബോർഡിൽ കുറേ സ്വിച്ചുകൾ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ടാവും. നിങ്ങളൊരു പർട്ടിക്കുലർ സ്വിച്ച്, ഇപ്പോൾ ഫാനായിട്ട് ബന്ധപ്പെട്ട സ്വിച്ച് ഇടുമ്പോൾ ഫാനാണ് കറങ്ങുന്നത്, ആ സമയം വേറൊന്നും പ്രവർത്തിക്കുന്നില്ല. ഇനി ലൈറ്റായിട്ട് ബന്ധപ്പെട്ട സ്വിച്ചാണ് ഇടുന്നതെങ്കിൽ ലൈറ്റ് വർക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ ആ ഒരു അർത്ഥത്തിലാണ് ഇതിനെ സ്വിച്ച് എന്ന് പറഞ്ഞ് പേര് കൊടുത്തിരിക്കുന്നത്. ഈ കൺട്രോൾ സ്ട്രക്ചറിനെ സ്വിച്ച് എന്ന് പറയുന്നത്. അപ്പോൾ നോക്കാം, ദ സ്വിച്ച് എനേബിൾസ് ടു സെലക്ട് വൺ എമംഗ് സെവറൽ ഓൾട്ടർനേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വിച്ച് ബോർഡിൽ കുറേ സ്വിച്ചുകളുണ്ട്. അപ്പോൾ അത് സെവറൽ ഓൾട്ടർനേറ്റീവ്സ് ആണ് അല്ലേ? അതിൽ ഒരെണ്ണം സെലക്ട് ചെയ്യുന്നു. ഇറ്റ് ഈസ് എ മൾട്ടി പാത്ത് സ്റ്റേറ്റ്മെൻറ്റ്. ഇതൊരു മൾട്ടി പാത്ത് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓക്കെ, ദ സിൻടാക്സ് ഫോർ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഈസ്, അതിൻ്റെ സിൻടാക്സ്
ഇങ്ങനെയാണ് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് സിൻറ്റാക്സ്. എല്ലാവരും ആ സിൻറ്റാക്സ് പഠിച്ചു വയ്ക്കണം. ഒന്നും അറിയില്ലെങ്കിലും ഇപ്പോൾ സ്വിച്ചിനെ പറ്റി എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ആ സിൻറ്റാക്സ് അങ്ങോട്ട് എഴുതി എക്സ്പ്ലെയിൻ ചെയ്യാതെ തന്നെ എന്തെങ്കിലുമൊക്കെ മാർക്ക് നമുക്ക് കിട്ടാം. അപ്പോൾ സ്വിച്ച് കഴിഞ്ഞിട്ട് ഒരു എക്സ്പ്രഷനാണ് വരുന്നത്. സ്വിച്ച് കഴിഞ്ഞ ഒരു ബ്രാക്കറ്റിനകത്ത് എക്സ്പ്രഷനാണ് വരുന്നത്. ഈ എക്സ്പ്രഷന് ഒരു വാല്യൂ ആണ് നമുക്ക് കിട്ടുക. ഈ എക്സ്പ്രഷനിൽ ഒരു വാല്യൂ ആണ് നമുക്ക് കിട്ടുക. ഇനി ആ വാല്യൂവും ഇവിടെ കേസ് വാല്യൂ 1, കേസ് വാല്യൂ 2, കേസ് വാല്യൂ 3, ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ വാല്യൂ 1, വാല്യൂ 2, വാല്യൂ 3 ഒക്കെ ആയിട്ട് ഏതെങ്കിലും ഒരു വാല്യൂ ആയിട്ട് മാച്ച് ചെയ്യും. ഈ എക്സ്പ്രഷൻ നമുക്ക് ഇവാലുവേറ്റ് ചെയ്ത് കിട്ടുന്ന വാല്യൂ ഒരു വില ഉണ്ടാവുമല്ലോ, ആ വില ഈ കേസുകളിൽ ഏതെങ്കിലും ഒക്കെ ആയിട്ട് മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിന് നേരെയുള്ള അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യും. ഇപ്പോൾ ഇവിടെയുള്ള എക്സ്പ്രഷൻ വാല്യൂ നമുക്ക് വാല്യൂ 2 ആയിട്ട് മാച്ച് ചെയ്തെങ്കിൽ ആ വാല്യൂ 2വുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റ് 2 എക്സിക്യൂട്ട് ചെയ്യും. അതിനുശേഷം ബ്രേക്ക് കൊടുത്തതുകൊണ്ട് ഈ സ്ട്രക്ചറിൽ നിന്ന് തന്നെ നമ്മൾ എക്സിറ്റ് ആവും. അപ്പോൾ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് അതിനാണ് ഉപയോഗിക്കുന്നത്. അതായത് ഒരു സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് തീർന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് പുറത്തു വരാനായിട്ട്, സ്വിച്ചിൻ്റെ ഈ ഒരു സ്ട്രക്ചറിൽ നിന്ന് നമുക്ക് പുറത്തു വരാനായിട്ടാണ് ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി ഇപ്പോൾ നമ്മൾ എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്തു, ഒരു വില കിട്ടി, അത് വാല്യൂ 1 ആയിട്ട് മാച്ച് ചെയ്തില്ല, വാല്യൂ 2 ആയിട്ടും മാച്ച് ചെയ്തില്ല, 3 ആയിട്ടും ചെയ്തില്ല എങ്കിൽ എന്ത് ചെയ്യും? അത് പിന്നെ ചെയ്യാനുള്ളത് ഡീഫോൾട്ട് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റിലോട്ട് പോകും. ഇതിൽ ഒരു വിലകളുമായിട്ട്, ഈ കേസിലെ ഒരു വിലകളുമായിട്ട് മാച്ച് ചെയ്തില്ലെങ്കിൽ ഡീഫോൾട്ട് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റിലോട്ട് പോകും. ഡീഫോൾട്ട് സ്റ്റേറ്റ്മെൻറ്റിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അത് വർക്ക് ചെയ്യും. അപ്പോൾ ഡീഫോൾട്ട് സ്റ്റേറ്റ്മെൻറ്റ് n എന്ന് പറഞ്ഞിരിക്കുന്ന ആ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. ഡീഫോൾട്ടിന് ബ്രേക്ക് എന്ന് പറയുന്ന ആ കീവേഡ് നമുക്ക് ഉപയോഗിക്കേണ്ടതില്ല. താനെ ഡീഫോൾട്ട് സ്റ്റേറ്റ്മെൻറ്റ് വർക്ക് ചെയ്ത ശേഷം ഈ സ്ട്രക്ചറിൽ നിന്ന്, ഈ സ്വിച്ചിൻ്റെ ഈ സ്ട്രക്ചറിൽ നിന്ന് ഈ ബോഡിക്കകത്തുനിന്ന് എക്സിറ്റ് ആവും, പുറത്തേക്ക് വരും. ഓക്കെ, അപ്പോൾ ഇതാണ് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ സിൻറ്റാക്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ എല്ലാവരും പഠിച്ചിരിക്കുക, സ്വിച്ച് അത് കഴിഞ്ഞ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ഒരു എക്സ്പ്രഷൻ, ഈ എക്സ്പ്രഷനിൽ ഏതെങ്കിലും ഒരു വാല്യൂ ആണ് വരിക. ഇത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഒരു വില ഉണ്ടാവും, അത് കുറേ കേസുകളുമായിട്ട് മാച്ച് ചെയ്യും. ഓക്കെ, മാച്ച് ചെയ്ത ശേഷം മാച്ച് ചെയ്തത് ശരിയായിട്ടുണ്ടെങ്കിൽ ഏത് കേസിന് നേരെയാണോ, ഏത് കേസായിട്ട് ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെൻ്റ് ആണോ വാല്യൂ ആണോ കറക്റ്റായിട്ട് മാച്ചായിട്ട് വന്നിരിക്കുന്നത്, അങ്ങനെയെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്ത് ബ്രേക്ക് ചെയ്യും. ഇതാണ് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പ്രവർത്തനം. നമുക്കൊരു പ്രോഗ്രാം നോക്കാം. ഈ പ്രോഗ്രാമിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു നമ്പർ കൊടുക്കുന്നു, ആ നമ്പർ വേർഡിൽ നമുക്ക് കാണിച്ചിരുന്നു. ആ നമ്പറിൻ്റെ വേർഡ് ഇപ്പോൾ 7 ആണ് നമ്മൾ എൻ്റർ ചെയ്തത്, 7 ആണ് എൻ്റർ ചെയ്തെങ്കിൽ അവിടെ 7 എന്ന് പ്രിൻ്റ് ചെയ്ത് വരണം. ഔട്ട്പുട്ടായിട്ട് നമുക്ക് 7 എന്ന് പ്രിൻ്റ് ചെയ്ത് വരണം. അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രോഗ്രാമാണിത്. ഇപ്പോൾ ഈ പ്രോഗ്രാമിൻ്റെ കോഡ് നമുക്ക് നോക്കാം. ഡിജിറ്റ് എന്ന് പറയുന്നൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്നു. ഇനി എൻ്റർ എ നമ്പർ, ഒരു നമ്പർ എൻ്റർ ചെയ്യാനായിട്ട് ആവശ്യപ്പെടുന്നു, അത് ഡിജിറ്റിലേക്ക് എടുത്ത് വയ്ക്കുന്നു. സ്വിച്ച് ഡിജിറ്റ് എന്ന് വെച്ചാൽ നേരത്തെ കണ്ട എക്സ്പ്രഷൻ, ഇതിനൊരു വിലയുണ്ടാവും. ഇപ്പോൾ എന്തെങ്കിലും ഒരു വിലയുണ്ടാവും. അപ്പോൾ അത് കേസ് 0 മുതൽ കേസ് 9 വരെ നമ്മളിവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇവിടെ ഡീഫോൾട്ട് എന്ന് പറയുന്ന ഒരു ഭാഗം ഇല്ല. അങ്ങനെ അത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ വെച്ചാൽ മതി, നമ്മുടെ പ്രോഗ്രാമിൻ്റെ ഉദ്ദേശം അനുസരിച്ച് വെച്ചാൽ മതി, ഇല്ലെങ്കിൽ വെക്കണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ നമ്മൾ ഇത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഒരു വില ഇതിനകത്തേക്ക് ഇൻപുട്ടായിട്ട് കൊടുത്തു. ഞാനിപ്പോൾ കൊടുക്കുന്ന വില 6 ആണ്. 6 നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുക്കുമ്പോൾ സ്വിച്ച് ബ്രാക്കറ്റിനകത്ത് 6 എന്നുള്ള ഡിജിറ്റ് എന്നുള്ള സ്ഥലത്ത് 6 എന്നുള്ള വില വരും. അപ്പോൾ നോക്കും, കേസ് 1, കേസ് 0 മാച്ച് ചെയ്യില്ല, കാരണം 6 ആണ്. കേസ് 1 മാച്ച് ചെയ്യില്ല, 3 മാച്ച് ചെയ്യില്ല, 4, 5, 6. ഓക്കെ, അപ്പോൾ 6 എൻ്റർ ചെയ്തപ്പോൾ 6 എന്ന് പറയുന്ന കേസ് മാച്ച് ചെയ്തു. ഓക്കെ, എങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റ് cout 6, അതായത് 6 എന്ന് സ്ക്രീനിൽ പ്രിൻ്റ് ചെയ്യുകയും ബ്രേക്ക് ചെയ്യുകയും ചെയ്യുന്നു. ശരി, ഇവിടെ നമ്പറുകൾ മാത്രമല്ല, നമുക്ക് വേറെ പ്രോഗ്രാമിൽ വേണമെങ്കിൽ നമുക്ക് ആൽഫബറ്റ്സ് കൊടുക്കാം. അപ്പോൾ ആൽഫബറ്റ്സ് കൊടുത്തിട്ട് ആ ആൽഫബറ്റ്, നമ്മൾ കൊടുക്കുന്ന ആൽഫബറ്റ് വവൽ ആണോ
കൺസോണൻ്റ് ആണോ എന്നൊക്കെ കണ്ടുപിടിക്കാൻ ഈ പ്രോഗ്രാം വഴി കഴിയും. അതായത് നമുക്കിവിടെ ഒരു ആൽഫബറ്റ് എൻ്റർ ചെയ്യാം. അപ്പോൾ അത് ക്യാർ ആയിരിക്കും കൊടുക്കേണ്ടത്, ക്യാരക്ടറായിട്ടായിരിക്കും ഇത് ഡിക്ലെയർ ചെയ്യേണ്ടത്. അതിനുശേഷം നമ്മൾ എൻ്റർ നമ്പറിന് പകരം എൻ്റർ ആൽഫബറ്റ് എന്ന് കൊടുക്കും. സിൻ ഡിജിറ്റ് തന്നെ കൊടുത്തോളൂ വേരിയബിളിൻ്റെ പേര്, സ്വിച്ച് ഡിജിറ്റ്. അപ്പോൾ നമ്മൾ ഇ എന്ന് പറയുന്ന ലെറ്ററാണ് എൻ്റർ ചെയ്യുന്നതെങ്കിൽ ഇ ഇവിടെ വരും, സ്വിച്ച് ഇ. അപ്പോൾ ഈ കേസുകൾ 0 to 9 പകരം AEIOU എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കൊടുക്കണം, വവ്വൽ കൊടുക്കണം. അപ്പോൾ നമുക്ക് ഡീഫോൾട്ട് കേസും ഇവിടെ കൊടുക്കേണ്ടി വരും. കാരണം എന്താണെന്ന് വെച്ചാൽ ഡീഫോൾട്ട് അവരൊന്നും അല്ല നമ്മൾ എൻ്റർ ചെയ്തത്, അതായത് വവ്വലല്ല എൻ്റർ ചെയ്തിരിക്കുന്നതെങ്കിൽ അവിടെ കൺസോണൻ്റ് എന്ന് പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഡീഫോൾട്ട് സ്റ്റേറ്റും കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ പ്രോഗ്രാം. ഇതിൻ്റെ സ്വിച്ചിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ഏതെങ്കിലും ഒരു കേസ് വാല്യൂ ആയിട്ട് മാച്ച് ചെയ്തിരിക്കണം. മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. മാച്ച് ചെയ്തില്ലെങ്കിൽ, ഒരു കേസുമായിട്ട് മാച്ച് ചെയ്തില്ലെങ്കിൽ ഡീഫോൾട്ട് എന്ന് പറയുന്ന ഭാഗത്തോട്ട് പോകും, അതുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. ഇനി ഡീഫോൾട്ട് നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിൽ അത് താനെ ഓട്ടോമാറ്റിക്കായിട്ട് ഏതെങ്കിലും ഒരു കേസുമായിട്ട് മാച്ച് ചെയ്തില്ലെങ്കിലും അത് താനെ എക്സിറ്റ് ചെയ്യും. ഈ സ്വിച്ചിൻ്റെ സ്ട്രക്ചറിൽ നിന്ന് അത് എക്സിറ്റ് ആവും. അടുത്തതാണ് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സിൽ നമ്മൾ പ്രധാനമായിട്ടും പഠിക്കുന്നത് ഫോർ ലൂപ്പ്, വൈൽ ലൂപ്പ്, ഡു വൈൽ ലൂപ്പ്, ഇങ്ങനെ 3 ലൂപ്പുകളാണ് പഠിക്കുന്നത്. ഇപ്പോൾ ഈ ലൂപ്പിന് നമ്മൾ ചില പ്രത്യേകതകളൊക്കെ കാണാം. നമുക്ക് എന്താണെന്ന് നോക്കാം. ആദ്യത്തേതാണ് ഫോർ ലൂപ്പ്. ഫോർ ലൂപ്പിൻ്റെ പ്രത്യേകത, ദ ഫോർ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ദ മോസ്റ്റ് കോമൺലി യൂസ്ഡ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻ C++. അതായത് ഫോർ ലൂപ്പാണ് കൂടുതലായിട്ട് നമ്മൾ C++ പ്രോഗ്രാമിൽ ഉപയോഗിക്കേണ്ടി വരുന്നത്. അത് വളരെ സിമ്പിളാണ് അതിൻ്റെ സ്ട്രക്ചർ, അതുകൊണ്ടാണത് എല്ലാവരും യൂസ് ചെയ്യുന്നത്. ഇനി ഇതിന് നമ്മൾ ഫോർ ലൂപ്പിന് വേറൊരു പ്രത്യേകതയാണ്, അതൊരു എൻട്രി കൺട്രോൾഡ് ലൂപ്പാണ്. എൻട്രി കൺട്രോൾഡ് ലൂപ്പ് എന്ന് പറഞ്ഞാൽ ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ ഒരു എക്സ്പ്രഷൻ അത് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ആ ലൂപ്പിൻ്റെ ബോഡിക്കകത്ത് കൺട്രോൾ പോകത്തുള്ളൂ. അതായത് പറഞ്ഞുതരാം. അതിനു മുമ്പ് നമുക്ക് ഫോർ ലൂപ്പിൻ്റെ സിൻടാക്സ് എന്താണെന്ന് നോക്കാം. ഫോർ ലൂപ്പിന് 4 കഴിഞ്ഞിട്ട് അതിനുശേഷം 3 പാർട്ടുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഫസ്റ്റ് പാർട്ട് ഇനീഷ്യലൈസേഷൻ, സെക്കൻഡ് പാർട്ട് ടെസ്റ്റ് എക്സ്പ്രഷൻ, തേർഡ് പാർട്ട് അപ്ഡേഷൻ. അപ്പോൾ ഇതിൻ്റെ ഫ്ലോ ഇങ്ങനെയാണ്. പിന്നെ അത് ഫോറുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ബോഡി ഓഫ് ലൂപ്പ് എന്ന് പറഞ്ഞാൽ ഈ 4 സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ച് എത്ര തവണ വേണമെങ്കിലും ഈ ബോഡി പാർട്ട് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാം. അതായത് ഈ കണ്ടീഷൻ അനുസരിച്ച്, കണ്ടീഷൻ ഫാൾസ് ആവുന്നവരെ ഈ ബോഡി ഓഫ് ലൂപ്പ് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാം. ഈ ബോഡി ഓഫ് ലൂപ്പിൽ വരുന്നത് കുറേ സ്റ്റേറ്റ്മെൻറ്റ്സുകളാണ്. എന്തെങ്കിലും സ്റ്റേറ്റ്മെൻറ്റ്സ് സി ഔട്ട്, സി ഇൻ, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ സ്റ്റേറ്റ്മെൻറ്റ്സുകൾ നമുക്ക് ഇതിനുള്ളിൽ ബോഡി ഓഫ് ലൂപ്പിനുള്ളിൽ കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ഇതിൻ്റെ ഫ്ലോ നമുക്ക് ഒന്ന് നോക്കാം. ആദ്യം ഇനീഷ്യലൈസേഷൻ, ഫോർ ലൂപ്പിൻ്റെ ഇനീഷ്യലൈസേഷൻ എന്ന് വെച്ചാൽ ഫോർ ലൂപ്പിൽ ഒരു ഐട്രേഷൻ വേരിയബിൾ ഉണ്ടാവും. ആ ഐട്രേഷൻ വേരിയബിളാണ് ഈ ലൂപ്പിനെ കൺട്രോൾ ചെയ്യുന്നത്. ആ പേര് പ്രത്യേകം നോക്കണം, ഐട്രേഷൻ വേരിയബിൾ. എല്ലാവരും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഐട്രേഷൻ വേരിയബിളാണ് ഒരു ലൂപ്പിലെ കൺട്രോൾ ചെയ്യുന്നത്. അത് ഫോർ ലൂപ്പ് ആയിക്കോട്ടെ, വൈൽ ലൂപ്പ് ആയിക്കോട്ടെ, ഡു വൈൽ ആയിക്കോട്ടെ, എന്ത് തന്നെ ആയാലും ഒരു ഐട്രേഷൻ വേരിയബിൾ വേണം. അത് എത്ര തവണ എക്സിക്യൂട്ട് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് ആ ഐട്രേഷൻ വേരിയബിൾ ആയിരിക്കും. ഇനി അതിനുശേഷം ഈ ഇനീഷ്യലൈസേഷൻ ചെയ്തതിന് ശേഷം നമുക്ക് ടെസ്റ്റ് എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി പോകണം. ഇപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പാണ് ടെസ്റ്റ് എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യുക. ഈ ടെസ്റ്റ് എക്സ്പ്രഷൻ ട്രൂ ആണെങ്കിൽ നേരെ ബോഡി ഓഫ് ലൂപ്പിലേക്ക് വരും. ഇപ്പോൾ ഇതാണ് തേർഡ് സ്റ്റെപ്പ്. ഇപ്പോൾ നോക്കാം. ആദ്യം ഇനീഷ്യലൈസേഷൻ, ദെൻ ഇവാലുവേറ്റിംഗ് ടെസ്റ്റ് എക്സ്പ്രഷൻ, ദെൻ എക്സിക്യൂട്ടിംഗ് ബോഡി ഓഫ് ദ ലൂപ്പ്. ഇനി ഈ ബോഡി ഓഫ് ദ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്ത് അവസാനം ഇതിൻ്റെ ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം പിന്നെ അപ്ഡേഷൻ എന്ന് പറയുന്ന ഭാഗത്തോട്ട് വരും. അപ്പോൾ അപ്ഡേഷൻ ഫോർത്ത് സ്റ്റെപ്പാണ്. അപ്ഡേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഐട്രേഷൻ വേരിയബിളിനെ നമുക്ക് വാല്യൂ മാറ്റാനാണ്. ഓരോ തവണ ഐട്രേഷൻ വേരിയബിളിൻ്റെ വിലകൾ മാറ്റണം. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ഈ ലൂപ്പ് ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണത്. ഇപ്പോൾ ആദ്യം ഇനീഷ്യലൈസേഷൻ i = 0 എന്ന് പറഞ്ഞു കൊടുത്തു. ഐട്രേഷൻ വേരിയബിൾ i = 0 എന്ന് കൊടുത്തു. ഇനി i <10 എന്ന് കൊടുത്തു. പിന്നെ അതിനുശേഷം ആ 10 എന്നുള്ള
ആ 0 എന്നുള്ള വില നമ്മൾ 1 ആക്കും, 2 ആക്കും, അങ്ങനെ മാറ്റും. ഓക്കെ, അങ്ങനെ കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. അപ്പോൾ നമ്മളത് എക്സാമ്പിൾ കാണുമ്പോൾ കൂടുതൽ മനസ്സിലാക്കി. ഇപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഫ്ലോ മാത്രം ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുക. ഫസ്റ്റ് ഇനീഷ്യലൈസേഷൻ പാർട്ട്, സെക്കൻഡ് വൺ ടെസ്റ്റ് എക്സ്പ്രഷൻ, തേർഡ് വൺ എക്സിക്യൂഷൻ ഓഫ് ദ ബോഡി ഓഫ് ലൂപ്പ്, ആൻഡ് ഫോർത്ത് വൺ ആഫ്റ്റർ എക്സിക്യൂട്ടിങ് ദ ബോഡി ഇറ്റ് വിൽ ഗോ ടു അപ്ഡേഷനിൽ പോകും. അപ്ഡേറ്റ് ചെയ്തിട്ട് പിന്നെ വീണ്ടും ടെക്സ്റ്റ് എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യാൻ പോകും. അപ്പോൾ ഫിഫ്ത്ത് സ്റ്റെപ്പിലെ 5ാമത്തെ സ്റ്റെപ്പിലെ ടെക്സ്റ്റ് എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യപ്പെടും. അത് ഇവാലുവേറ്റ് ചെയ്തിട്ട് വീണ്ടും ബോഡി ഓഫ് ലൂപ്പിൽ വരും. ഇതിൻ്റെ അവസാനം വീണ്ടും അപ്ഡേഷൻ നടത്തും. പിന്നെ വീണ്ടും അത് ഇവാലുവേറ്റ് ചെയ്യും, ഇതിനുള്ളിലേക്ക് വരും. പിന്നെ ഇതിങ്ങനെ കിടന്ന് കറങ്ങി കളിച്ചുകൊണ്ടേയിരിക്കും. അതായത് ഈ ഐട്രേഷൻ വേരിയബിളിൻ്റെ അപ്ഡേറ്റ് ചെയ്ത് അവസാനം ഈ ടെസ്റ്റ് കണ്ടീഷൻ ഫെയിലാകുന്നൊരു സാഹചര്യം വരും. അപ്പോൾ മാത്രമാണ് ഈ ഫോർ ലൂപ്പിൽ നിന്ന് ഇത് എക്സിറ്റ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ പുറത്തേക്ക് വരും, ഫോർ ലൂപ്പിൻ്റെ പുറത്തേക്ക് വരും. ഓക്കെ, നെക്സ്റ്റ് വൈൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. വൈൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു എൻട്രി കൺട്രോൾ ലൂപ്പാണ്. അതായത് എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷം മാത്രം ബോഡി ഓഫ് ലൂപ്പിലേക്ക് വരുന്നതാണ് എൻട്രി കൺട്രോൾ ലൂപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നോക്കാം. ദ കണ്ടീഷൻ ഈസ് ചെക്ക്ഡ് ഫസ്റ്റ്. ഇതിനകത്ത് ഈ കണ്ടീഷൻ ആദ്യം തന്നെ ചെക്ക് ചെയ്യും. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ബോഡി ഓഫ് ദ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യും. അതിൻ്റെ അവസാനം അല്ലെങ്കിൽ ഇടയിൽ എവിടെയെങ്കിലുമൊക്കെ എന്ത് സംഭവിച്ചിട്ടുണ്ടാവും? അപ്ഡേറ്റ് എക്സ്പ്രഷൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ ബോഡി ഓഫ് സെക്കൻഡ് ഇത് ട്രൂ ആണെങ്കിൽ ബോഡി ഓഫ് ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യും. അതിനുശേഷം ആ ഐട്രേഷൻ വേരിയബിൾ അപ്ഡേറ്റ് ചെയ്യും. അതിനുശേഷം വീണ്ടും ഇത് എക്സ്പ്രഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടി പോകും, കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടി പോകും. ഓക്കെ, അതിനുശേഷം വീണ്ടും ഇത് കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടി, ഇത് ഫോർത്ത് സ്റ്റെപ്പാണ്. ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ വീണ്ടും ബോഡി ഓഫ് ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യും, ഐട്രേഷൻ വേരിയബിൾ അപ്ഡേറ്റ് ചെയ്യും, വീണ്ടും ഇങ്ങനെ പോകും. ഇതിങ്ങനെ കിടന്ന് കറങ്ങി കളിച്ചുകൊണ്ടേയിരിക്കും ടിൽ ഈ എക്സ്പ്രഷൻ ഫാൾസ് ആകുന്നവരെ. ഇങ്ങനെ കിടന്ന് അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഐട്രേറ്റീവ്ലി അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ഇതാണ് വൈൽ ലൂപ്പ്. വൈൽ ലൂപ്പിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ എൻട്രി കൺട്രോൾ ലൂപ്പാണ്. അതായത് കണ്ടീഷൻ ആദ്യം ചെക്ക് ചെയ്യും, അതിനുശേഷം അത് ട്രൂ ആണെങ്കിൽ ബോഡി ഓഫ് ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, വൈൽ ലൂപ്പ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ഡു വൈൽ ലൂപ്പാണ്. നമുക്കുള്ള ഒരേ ഒരു എക്സിറ്റ് കൺട്രോൾ ലൂപ്പാണ് ഡു വൈൽ ലൂപ്പ്. ദ ഡു വൈൽ ലൂപ്പ് എക്സിക്യൂട്ട് സ്റ്റേറ്റ്മെൻറ്റ് ബിഫോർ ദ എക്സ്പ്രഷൻ ഈസ് ടെസ്റ്റഡ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അതായത് എക്സ്പ്രഷൻ ടെസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ ബോഡി ഓഫ് ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യണം. അതായത് നേരത്തെ കണ്ട രണ്ട് ലൂപ്പിലും എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്ത് ട്രൂ ആണെങ്കിൽ മാത്രമാണ് അതിൻ്റെ ബോഡി ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുക. ഇവിടെ അങ്ങനെയല്ല, എക്സ്പ്രഷൻ ചെക്ക് ചെയ്യുന്നതിന് മുന്നേ ബോഡി ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, അതുകൊണ്ടാണ് ഇതിനെ എക്സിറ്റ് കൺട്രോൾ ലൂപ്പ് എന്ന് പറയുന്നത്. എക്സിറ്റ് കൺട്രോൾ ലൂപ്പ് പറയാം ഒന്നും കൂടി. ഡു എന്ന് പറയുന്ന കീവേഡ് ഉപയോഗിച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുള്ളിൽ കുറേ സ്റ്റേറ്റ്മെൻറ്റ്, ഇതാണ് നമ്മുടെ ബോഡി ഓഫ് ലൂപ്പ് എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് നമ്മുടെ ബോഡി ഓഫ് ലൂപ്പ്. ഇതുപോലെ കുറേ സ്റ്റേറ്റ്മെൻറ്റ്സുകൾ ഇങ്ങനെ ഉണ്ടാവും. അവസാനം വൈൽ എന്ന് പറഞ്ഞ കീവേഡ് ഇവിടെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എക്സ്പ്രഷൻ ഇവിടെയാണ് കിടക്കുന്നത്, ഏറ്റവും ലാസ്റ്റാണ് കിടക്കുന്നത്. എക്സിറ്റിലാണ് എക്സ്പ്രഷൻ കിടക്കുന്നത്, അതാണ് എക്സിറ്റ് കൺട്രോൾ ലൂപ്പ് എന്ന് പറയാൻ കാരണം. അപ്പോൾ ഡു ഒരു തവണ ഈ ഡൂവിനുള്ളിൽ കയറും, എന്തായാലും ഈ ഡൂവിനുള്ളിൽ ഒരു തവണ കയറും, സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യും. അതിനുശേഷം വൈൽ ലൂപ്പിൽ ഈ കണ്ടീഷൻ ചെക്ക് ചെയ്യും. ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രം വീണ്ടും പോകും. ഓക്കെ, ട്രൂ അല്ലെങ്കിൽ ഇത് ട്രൂ അല്ലെങ്കിൽ പിന്നെ അതിൽ നിന്ന് എക്സിറ്റ് ചെയ്ത് പോകും. ഇവിടെയും ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇതിനകത്ത് ഈ ബോഡി ഓഫ് ദി ലൂപ്പിൽ എവിടെയെങ്കിലുമൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവണം? ഐട്രേഷൻ വേരിയബിൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടാവണം. അത് സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ കൊടുത്തിട്ടില്ല. ഇവിടെ അപ്ഡേറ്റ് ഐട്രേഷൻ വേരിയബിൾ ഇതിനകത്ത് എവിടെയെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ ഐട്രേഷൻ വേരിയബിൾ അപ്ഡേറ്റ് ചെയ്യുന്നത് ഈ ലൂപ്പ്
കണ്ടിന്യൂസ് ആയിട്ട് കുറേ നേരം എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഐറ്ററേഷൻ വേരിയബിൾ ഉപയോഗിക്കുന്നത് അതിനാണ്. അപ്ഡേറ്റ് ചെയ്യുന്നതും ഇത് കണ്ടിന്യൂസ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഡു വൈലിൻ്റെ ഒരു വേറൊരു പ്രത്യേകതയാണ് അത് അറ്റ്ലീസ്റ്റ് വൺസ് അത് എക്സിക്യൂട്ട് ചെയ്യും. കണ്ടീഷൻ ട്രൂ ആണെങ്കിലോ ഫാൾസ് ആണെങ്കിലോ അറ്റ്ലീസ്റ്റ് വൺസ് അത് എക്സിക്യൂട്ട്, ഒരു തവണ അത് ബോഡി ഓഫ് ലൂപ്പിൽ എൻ്റർ ചെയ്തിരിക്കും. അതിനുശേഷം കണ്ടീഷൻ ചെക്ക് ചെയ്യും, ഫാൾസ് ആണെങ്കിൽ എക്സിറ്റ് ചെയ്യും. അപ്പോൾ അറ്റ്ലീസ്റ്റ് വൺസ്, ആ വേർഡൊന്ന് ഓർത്ത് വെച്ചോളൂ. ഒരു ലൂപ്പ് കണ്ടീഷൻ ട്രൂ ആണെങ്കിലും ഫാൾസ് ആണെങ്കിലും അറ്റ്ലീസ്റ്റ് വൺസ് എക്സിക്യൂട്ട് ചെയ്യുന്നത് ഏത് സിറ്റുവേഷനിലാണ്? ഡു വൈൽ ലൂപ്പിൻ്റെ സിറ്റുവേഷനിലാണ് അങ്ങനെ സംഭവിക്കുന്നത്. നെക്സ്റ്റാണ് നെസ്റ്റഡ് ലൂപ്പ്. നേരത്തെ നമ്മൾ നെസ്റ്റഡ് ഇഫ് പറഞ്ഞ പോലെ തന്നെ ഇവിടെ നെസ്റ്റഡ് ലൂപ്പ്. നെസ്റ്റഡ് എന്ന് പറയുന്ന പേര് കേട്ടാൽ തന്നെ അറിയാം, ഒരു ലൂപ്പിനുള്ളിൽ വീണ്ടും വേറൊരു ലൂപ്പ്. ചിലപ്പോൾ ഫോർ ലൂപ്പിനുള്ളിൽ വൈൽ ലൂപ്പ് കയറി വരാം, ചിലപ്പോൾ ഫോർ ലൂപ്പിനുള്ളിൽ ഫോർ ലൂപ്പ് തന്നെ വരാം. അപ്പോൾ നമ്മുടെ ആവശ്യം അനുസരിച്ച് നമ്മളതങ്ങനെ ചെയ്യുന്നു. ഇതിൻ്റെ ഡെഫിനിഷൻ ഇതാണ്: എ ലൂപ്പ് പ്ലേസ്ഡ് ഇൻസൈഡ് അനദർ ലൂപ്പ് ഈസ് കോൾഡ് എ നെസ്റ്റഡ് ലൂപ്പ്. എ ലൂപ്പ് പ്ലേസ്ഡ് ഇൻസൈഡ് അനദർ ലൂപ്പ് ഈസ് കോൾഡ് നെസ്റ്റഡ് ലൂപ്പ്. ദ പ്രോസസ് ഓഫ് പ്ലേസിങ് എ ലൂപ്പ് ഇൻസൈഡ് അനദർ ലൂപ്പ് ഈസ് കോൾഡ് നെസ്റ്റിംഗ്. അപ്പോൾ നെസ്റ്റിംഗ് എന്ന് പറയുന്ന ആ നെസ്റ്റ് എന്നൊക്കെ പറയുന്ന ആ വേർഡ് കേട്ടാൽ അപ്പം തന്നെ മനസ്സിലാക്കണം, ഒരു സ്ട്രക്ചറിനുള്ളിൽ അതേപോലത്തെ തന്നെ സിമിലർ ആയിട്ടുള്ള വേറൊരു സ്ട്രക്ചർ ഉണ്ടാകും. അതാണ് നെസ്റ്റഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തതാണ് ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ്. ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ നേരത്തെ കണ്ടു, സ്വിച്ച് ഉപയോഗിച്ചപ്പോൾ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് കണ്ടു. ഇതിൻ്റെ ഡെഫിനിഷനാണ് പ്രധാനമായിട്ട് നമ്മൾ പഠിക്കേണ്ടത്. അപ്പോൾ ഈ ഡെഫിനിഷൻ പഠിച്ചിട്ട് ഇതെന്താണ് എന്ന് ആണ് ചോദിക്കുന്നത്. The dash statement is used to terminate a loop or switch statement. Dash statement is used to terminate a loop or switch statement എന്നായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ അവിടെ ഓപ്ഷൻസ് തരാം അല്ലെങ്കിൽ തരാതിരിക്കുക. അപ്പോൾ നമ്മൾ എഴുതണം, തന്നില്ലെങ്കിലും തന്നാലും നമ്മൾ ബ്രേക്കാണ് അവിടെ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത്, ബ്രേക്ക്. അപ്പോൾ അങ്ങനെയാണ് ഇതിനകത്തുള്ള ചോദ്യങ്ങൾ വരുന്നത്. അപ്പോൾ ലൂപ്പിനുള്ളിൽ അല്ലെങ്കിൽ ഒരു സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിനുള്ളിൽ അതിൽ നിന്ന് നമുക്ക് ടെർമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കുന്നത്. അത് കണ്ടിന്യൂ സ്റ്റേറ്റ്മെൻറ്റ്. അതായത് എ കണ്ടിന്യൂ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് യൂസ്ഡ് ടു കണ്ടിന്യൂ ടു ദ ബിഗിനിങ് ഓഫ് എ ലൂപ്പ്. നമ്മൾ സർട്ടൻ കണ്ടീഷൻസ് ഒക്കെ ശരിയായി കറക്റ്റായി ആ ലൂപ്പിനുള്ളിലേക്ക് കയറി ലൂപ്പ് ബോഡിക്കുള്ളിൽ ഓരോ സ്റ്റേറ്റ്മെൻറ്റുകളും എക്സിക്യൂട്ട് ചെയ്ത് വരുമ്പോൾ അതിനിടയ്ക്ക് എവിടെയെങ്കിലുമൊക്കെ ഒരു കണ്ടീഷൻ വരികയാണെങ്കിൽ, എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ നമുക്കത് വീണ്ടും ആ ലൂപ്പിൻ്റെ മുകളിലേക്ക് വീണ്ടും പോയി കൺട്രോൾ പോയിട്ട് ആ ലൂപ്പ് വീണ്ടും ഒന്നേന്ന് എക്സിക്യൂട്ട് ചെയ്ത് തുടങ്ങണം എങ്കിൽ നമ്മൾ അവിടെ കൊടുക്കേണ്ട കീവേഡാണ് കണ്ടിന്യൂ. കണ്ടിന്യൂവിൻ്റെ മീനിങ് കണ്ടിന്യൂ തന്നെയാണ്. വെൻ എ കണ്ടിന്യൂ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് എക്സിക്യൂട്ടഡ് ഇൻ എ ലൂപ്പ് ഇറ്റ് സ്കിപ്സ് ദ റിമൈനിങ് സ്റ്റെപ്സ്. അത് ഒരു പ്രധാന പോയിൻ്റാണ്. ഇറ്റ് സ്കിപ്സ് റിമൈനിങ് സ്റ്റെപ്സ് ഇൻ ദ ലൂപ്പ്. എന്ന് വെച്ചാൽ ഈ കണ്ടിന്യൂ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ട് താഴേക്കുള്ള സ്റ്റേറ്റ്മെൻറ്റ്സുകളൊന്നും എക്സിക്യൂട്ട് ചെയ്യാതെ വീണ്ടും ലൂപ്പിൻ്റെ ബിഗിനിങ്ങിൽ വരും, വീണ്ടും അത് ഒന്നേന്ന് എക്സിക്യൂട്ട് ചെയ്ത് വരും. അപ്പോൾ കണ്ടീഷൻ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുമ്പോൾ എന്തായാലും ഈ കണ്ടിന്യൂ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുമ്പോൾ എന്തായാലും അവിടെ ഒരു കണ്ടീഷൻ ഉണ്ടായിരിക്കണം. ആ കണ്ടീഷൻ അനുസരിച്ചാണ് വേണം നമ്മൾ കണ്ടിന്യൂ ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ്. ഗോ ടുവിൻ്റെ ഒരു പ്രത്യേകതയാണ് അൺകണ്ടീഷണൽ ജമ്പ് എന്ന് പറയുന്നൊരു പ്രക്രിയയ്ക്കാണ് ഇത് ഉപയോഗിക്കുന്നത്. അൺകണ്ടീഷണൽ ജമ്പിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഗോ ടു ഉപയോഗിക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യനിൽ എവിടെയെങ്കിലും അൺകണ്ടീഷണൽ ജമ്പ് എന്നൊക്കെ പറഞ്ഞ് കണ്ടു കഴിഞ്ഞാൽ ഉടനെ നമ്മുടെ ചിന്ത ഗോ ടു എന്ന് പറയുന്ന കീവേഡിലോട്ട് പോകണം. ഓക്കെ, എ ഡാഷ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് യൂസ്ഡ് ഫോർ അൺകണ്ടീഷണൽ ജമ്പ്. ഡാഷ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് യൂസ്ഡ് ഫോർ അൺകണ്ടീഷണൽ ജമ്പ്. ഏതാ? ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ്. ഗോ ടു സ്റ്റേറ്റ്മെൻറ്റാണ് അൺകണ്ടീഷണൽ ജമ്പിന് ഉപയോഗിക്കുന്നത്. ഇതെന്താണ് ചെയ്യുന്നത്? ഇറ്റ് ട്രാൻസ്ഫർ ദ കൺട്രോൾ ഫ്രം വൺ പാർട്ട് ഓഫ് ദ പ്രോഗ്രാം ടു അനദർ പാർട്ട് ഓഫ്. അതായത് കുറേ സ്റ്റേറ്റ്മെൻറ്റ്സുകൾ ഇങ്ങനെ ഉണ്ട്. അപ്പോൾ ഇവിടെ എന്തെങ്കിലും ഒരു കണ്ടീഷൻ നമ്മൾ വെച്ചിട്ട് അവിടെ എന്നിട്ട് ഗോ ടു, ആ കണ്ടീഷൻ ശരിയാകുകയാണെങ്കിൽ ഗോ ടു സം ലേബൽ, ഒരു ലേബൽ കൊടുക്കും.
അതായത് നമുക്ക് ഇതിനെ ഓരോ ലേബൽ വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റിന് നമുക്ക് ലേബൽ കൊടുക്കാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റിന് ഞാൻ എൽ എന്ന് പറഞ്ഞ് ലേബൽ കൊടുത്തു. ഇവിടെ ഗോ ടു എൽ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു കണ്ടീഷൻ അനുസരിച്ചായിരിക്കും കൊടുക്കേണ്ടത്. ഒരു കണ്ടീഷൻ ഇഫ് കണ്ടീഷൻ ആയിരിക്കും. ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി ഗോ ടു എൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ ഗ്രേറ്റർ ദാൻ ബി ശരിയായ ട്രൂ ആയിട്ടുണ്ടെങ്കിൽ എൽ എന്ന് പറയുന്ന ലേബലുള്ള സ്റ്റേറ്റ്മെൻറ്റിലോട്ട് കൺട്രോൾ പോകും. അവിടെ തുടങ്ങി എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ അതാണ് ഗോ ടു എന്ന് പറയുന്നത്. പ്രോഗ്രാമിൽ സാധാരണ ഗോ ടു അങ്ങനെ കണ്ടുവരാറില്ല. ഇത് കുറേ ടെക്നിക്കലി കുറേ പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കൺട്രോൾ സ്ട്രക്ചറാണ് ഈ ഗോ ടു. കൺട്രോൾ സ്ട്രക്ചറല്ല, കീവേഡാണ് ഈ ഗോ ടു, മെത്തേഡാണ് ഈ ഗോ ടു. കുറേ പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യുന്നു. അത്ര റെക്കമെൻഡഡ് അല്ല ഈ ഗോ ടു ഉപയോഗിക്കുന്നത്. കാരണം കുറേ ലേബലുകളൊക്കെ നമ്മൾ കൊടുത്തിട്ട് സ്റ്റേറ്റ്മെൻറ്റിൽ ലേബൽ കൊടുത്തിട്ട് അതിനകത്തേക്ക് അൺകണ്ടീഷണലി ജമ്പ് ചെയ്യിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ കണ്ടീഷനൊന്നും ചെക്ക് ചെയ്യുന്നില്ല. ഗോ ടു എന്ന് പറഞ്ഞിട്ട് കണ്ടീഷനൊന്നും ചെക്ക് ചെയ്യുന്നില്ല. അൺകണ്ടീഷണലി ജമ്പ് ചെയ്ത് വേറെ ഒരു ലേബലിലോട്ട് പോകും. അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മെയിനായിട്ട് ഇതിൽ വരുന്ന നോട്ട്സ് നിങ്ങൾ എഴുതിയെടുക്കുക. അപ്പോൾ ഈ നോട്ട്സ് എഴുതുമ്പോൾ അത് പഠിക്കുകയും ചെയ്യണം. അപ്പോൾ അതിനകത്ത് നമ്മൾ ഈ അവസാനം പറഞ്ഞ ഗോ ടു, കണ്ടിന്യൂ, ബ്രേക്ക് ഇതിൻ്റെയൊക്കെ ഡെഫിനിഷൻ തന്നെയാണ് ക്വസ്റ്റ്യനായിട്ട് വരുന്നത്. ഓക്കെ, പിന്നെ ഫോർ ലൂപ്പിൻ്റെ കൺട്രോൾ അങ്ങനെയൊക്കെയാണ്, അതിൻ്റെ സീക്വൻസ് ഓഫ് എക്സിക്യൂഷൻ എങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത്. ആദ്യം ഇനീഷ്യലൈസേഷൻ, ദെൻ ടെസ്റ്റ് എക്സ്പ്രഷൻ, ദെൻ എക്സിക്യൂട്ടിംഗ് ബോഡി ഓഫ് ദ ലൂപ്പ്, ഫൈനലി വേരിയബിൾ ഐട്രേറ്റീവ് വേരിയബിൾ അപ്ഡേറ്റ് ചെയ്യുന്നു. അപ്ഡേറ്റ് ചെയ്തിട്ട് വീണ്ടും ടെസ്റ്റ് എക്സ്പ്രഷനിലോട്ട് വരുന്നു. അപ്പോൾ ആ ഒരു ഫ്ലോ നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, ഇതിൽ എക്സാമ്പിൾ പ്രോഗ്രാംസ് ഒന്നും പരീക്ഷയ്ക്ക് ഇങ്ങനെ ചോദിക്കാനുള്ള സാധ്യത കുറവാണ്. അപ്പം ഫോക്കസ് ഏരിയയിൽ പറഞ്ഞു വച്ചിരിക്കുന്നത് ഇതിൻ്റെ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ എക്സാംസ് നമുക്ക് പ്രാക്ടിക്കൽ ചെയ്യുമ്പോൾ കൂടുതൽ കാണാം. പ്രാക്ടിക്കൽ ചെയ്യുമ്പോൾ എന്തായാലും ഒരു ലൂപ്പ് സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു കണ്ടീഷൻ സ്ട്രക്ചറുള്ള പ്രോഗ്രാം ഉണ്ടാവും. അതിനല്ലാത്ത പ്രോഗ്രാം വരാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ പ്രാക്ടിക്കൽ ചെയ്യുമ്പോൾ നമ്മളത് കൂടുതലായിട്ടും പ്രോഗ്രാം ചെയ്യുമ്പോൾ മനസ്സിലാക്കാം. ഓക്കെ, ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും നന്ദി.